ഞാൻ ഫിഷ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന മീന് ആവോലിയാണ്. ഇതിൽ ഞാൻ പുരട്ടി വെച്ച ചേരുവകൾ എന്തെല്ലാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഞാൻ ഇതിലേക്ക് പുരട്ടി വെച്ച ചേരുവകൾ മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മന്തി മസാല ഇവയാണ് ചേർത്ത് മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളതാണ്. ഇതിന് ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മീൻ ഒഴിച്ചെടുക്കാം. മുഴുവൻ മീനും ഞാൻ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് അവിടെ നിന്ന് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇത് ചതച്ചെടുക്കാം. ഇത് ഞാനിവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ മീൻ എന്തായെന്ന് നോക്കാം. ഇവിടെ ചെറുതായി നടിഭാഗം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാനിവിടെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ അരപ്പ് എന്തായെന്ന് നോക്കാം. ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് വെക്കാം. ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം ഇവിടെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നെയ്യൊക്കെ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മിക്സ് പച്ചമണം മാറുന്നത് വരെ നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇതിന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മന്തി മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെയ്തെടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ഇട്ടെടുക്കാം. ഇത് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങ ഇട്ടെടുക്കാം. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ ചെറുതായി ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ മീനൊന്നും ഉടഞ്ഞു പോകാതെ വേണം മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം.
മൂടി വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് ഈ മീൻ വേറെ ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഞാൻ ഇതിൽ നിന്ന് മീനൊക്കെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസിന് ആവശ്യമുള്ള ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വാട്ടർ ഒന്ന് ചെറുതായി തിളക്കട്ടെ. വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന റൈസ് ബാസ്മതി അരിയാണ്. ഇത് 1 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുള്ള റൈസാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഇപ്പം വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ ഉപ്പ് ഇവിടെ കുറവായതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് റൈസ് വേവുന്നത് വരെ മൂടി വെക്കാം. ഫിഷ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഫിഷ് വെച്ചെടുക്കാം. മുഴുവൻ മീനും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം. ഇനി അല്പം നേരം കൂടി ഒന്ന് മൂടി വെക്കാം. ഫിഷ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു സേവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.